എൻ്റെ റബ്ബേ, പ്ലാനിംഗ് ഒന്നുമില്ലാതെ ഫ്രോസ്റ്റിങ്ങിന് നിന്നപ്പോഴുള്ള എൻ്റെ കിച്ചൻ്റെ അവസ്ഥ. സോ വെൽക്കം ടു എ ഡേ വേണ്ട, കുറച്ച് സെക്കൻഡ്സിൽ എൻ്റെ ഡേ എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഏർപ്പാടല്ല. സോ വെൽക്കം ടു സം സെക്കൻഡ്സ് ഇൻ ദ ലൈഫ് ഓഫ് എ ടിപ്പിക്കൽ ബേക്കർ. എല്ലാ ദിവസവും ഇങ്ങനെയാണെന്നല്ല, പക്ഷേ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സും മറ്റുമൊക്കെ ആയി ലൈഫ് ഇങ്ങനെ ബിസിയായി പോകുന്നു. സത്യത്തില് വെറുതെ ചൊറി പിടിച്ചിരുന്നാ തോന്നുന്ന സ്ട്രെസ്സും ദുനിയാവ് കടന്നിട്ടുള്ള ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ തന്നെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഈ ബേക്കിങ്ങിലേക്ക് ഇറങ്ങിയത്. എന്റെ നല്ല ബാധിന്റെ അടുത്ത് നിന്നുള്ള മോട്ടിവേഷനും ഇത്തിരി കൂടുതൽ, കാരണം ഈ സ്ട്രെസ്സും ഓവർ തിങ്കിങ് ഒക്കെ ആളെ നല്ലോണം ബാധിച്ചിരുന്നു. എന്നിട്ട് ഇപ്പോഴോ ഇതിൽ നിന്ന് വരുന്ന സ്ട്രെസ് റിലീഫിന് ഇനി വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ്. ചില ദിവസങ്ങളില് നേരം വെളുത്താ പിന്നെ രാത്രി ആവുന്നതേ അറിയുള്ളൂ. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ക്ലീനിങ് ആലോചിച്ചാൽ തോന്നും കുപ്പിന്ന് വന്ന ഭൂതമാണെന്ന്. തീരുമ്പോ പണി ഇങ്ങനെ വന്നോണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടും സ്ട്രഗിൾസും ഒക്കെ ഉണ്ട്. അങ്ങനെ ആലോചിച്ചാ നമ്മൾ ഒന്നും ചെയ്യില്ല. ഒരുപാട് ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ദിവസം വേസ്റ്റ് ചെയ്യാതെ എന്തൊക്കെയോ പ്രൊഡക്റ്റീവായി ചെയ്തു എന്നുള്ളൊരു പ്രൗഡ് ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ പറഞ്ഞ് അന്ന് സ്കെഡ്യൂൾ ചെയ്ത പണികളൊക്കെ തൽക്കാലം തീർത്തു വെച്ച് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി. അപ്പോൾ ഗുഡ് നൈറ്റ്.